ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി നാം ഡെയിലി ഇംഗ്ലീഷ് കഴിയുന്നത്ര വായിച്ചും എഴുതിയും സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകളോ പതിവായിട്ട് ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് താല്പര്യമുള്ള ബുക്സ്, ഷോർട്ട് സ്റ്റോറീസ്, ഇംഗ്ലീഷ് കാർട്ടൂൺസ്, ഇംഗ്ലീഷ് വീഡിയോസ്, ലേഖനങ്ങൾ ഇവയെല്ലാം വായിക്കുകയും കാണുകയും കേൾക്കുകയും അവയെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ അനുകരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ അനുസരിച്ച് നാം ഇംഗ്ലീഷ് സംസാരിക്കുക. തെറ്റുകളൊക്കെ വരും, എങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് തെറ്റു പറ്റുക എന്നുള്ളത് സാധാരണമാണ്. തെറ്റുകൂടാതെ സംസാരിക്കാൻ പഠിച്ചവർ ആരും തന്നെ ഇല്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും ഗ്രാമാറ്റിക്കലി നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് തെറ്റുകൾ വന്നാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഡെയിലി വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഉത്സാഹത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നോട്ട് പോയിക്കൊള്ളുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. സോ അതിനെ നമുക്ക് പോകാം ഇന്നത്തെ സെൻറ്റൻസുകളിലൂടെ. ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ, എങ്കിലും നാം അറിയാതെ തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടതായ ഗ്രാമർ പഠിക്കുന്നുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക്. ലിറ്റിൽ ബിറ്റ്സ് ഇംഗ്ലീഷ് പറയുന്നവർക്ക് പോലും ഒഴിച്ചുകൂടാത്തതാണ് ഷുഡ് എന്ന വാക്ക്. നിങ്ങളില്ലാതെ എനിക്കെന്താഘോഷം എന്ന് ആരോ എവിടെയോ പറഞ്ഞു കേട്ട പോലെ ഷുഡ് ഇല്ലാതെ എന്ത് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലേ? സോ ഇന്ന് നമുക്ക് ഷുഡ് എന്താണെന്നും അവ ഉപയോഗിച്ചുള്ളതായ 50 സിമ്പിൾ ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഷുഡ് എന്നത് ഒരു മോഡൽ വെർബാണ്. കടപ്പാട്, കടമ അല്ലെങ്കിൽ കൃത്യത എന്നിവ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഷുഡ്. അതായത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്തെങ്കിലും ശുപാർശ ചെയ്യുന്നതോ ആവശ്യമുള്ളതോ അല്ലെങ്കിൽ ശരിയായ ഒരു കാര്യം നിർദ്ദേശിക്കുന്നൊരു വാക്കാണ് ഷുഡ്. ഷുഡ് ഒരു കാര്യത്തിൽ പിടിവാശിയുള്ളവനും കൂടെയാണ് കേട്ടോ. ഷുഡ് തൻ്റെ തൊട്ടടുത്ത് V1 മാത്രമേ നിർത്തിയുള്ളൂ. അതായത് ഷുഡിന് ശേഷം വേർബിൻ്റെ ബേസ് ഫോം അതായത് V1 മാത്രമേ വരികയുള്ളൂ. മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സെൻറ്റൻസുകളിലൂടെ അത് കൂടുതൽ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് നോക്കാം സെൻറ്റൻസുകൾ. നിങ്ങൾ വെള്ളം കുടിക്കണം. യു ഷുഡ് ഡ്രിങ്ക് വാട്ടർ. യു ഷുഡ് ഡ്രിങ്ക് വാട്ടർ. നമുക്കിന്ന് രാത്രി പഠിക്കണം. വി ഷുഡ് സ്റ്റഡി ടുനൈറ്റ്. വി ഷുഡ് സ്റ്റഡി ടുനൈറ്റ്. അവൻ നേരത്തെ ഉറങ്ങണം. ഹി ഷുഡ് സ്ലീപ്പ് ഏർലി. ഹി ഷുഡ് സ്ലീപ്പ് ഏർലി. അവൾ പ്രഭാത ഭക്ഷണം കഴിക്കണം. ഷീ ഷുഡ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഷീ ഷുഡ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിപ്പോൾ പോകണം. വി ഷുഡ് ഗോ നൗ. വി ഷുഡ് ഗോ നൗ. അവർ ഞങ്ങളെ വിളിക്കണം. ദേ ഷുഡ് കോൾ us. ദേ ഷുഡ് കോൾ us. നിങ്ങളൊരു കോട്ട് ധരിക്കണം. യു ഷുഡ് വെയർ എ കോട്ട്. യു ഷുഡ് വെയർ എ കോട്ട്. അവൻ ആ പുസ്തകം വായിക്കണം. ഹി ഷുഡ് റീഡ് ദാറ്റ് ബുക്ക്. ഹി ഷുഡ് റീഡ് ദാറ്റ് ബുക്ക്. അവൾ ഒരു ഇടവേള എടുക്കണം. ഷീ ഷുഡ് ടേക്ക് എ ബ്രേക്ക്. ഷീ ഷുഡ് ടേക്ക് എ ബ്രേക്ക്. നമ്മൾ വീട് വൃത്തിയാക്കണം. വി ഷുഡ് ക്ലീൻ ദ ഹൗസ്. വി ഷുഡ് ക്ലീൻ ദ ഹൗസ്. അവർ പുറത്തു കളിക്കണം. ദേ ഷുഡ് പ്ലേ ഔട്ട്സൈഡ്. ദേ ഷുഡ് പ്ലേ ഔട്ട്സൈഡ്. നിങ്ങൾ പല്ല് തേക്കണം. യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത്. യു ഷുഡ് ബ്രഷ് യുവർ ടീത്ത്. ഞാൻ എൻ്റെ ഗൃഹപാഠം ചെയ്യണം. ഐ ഷുഡ് ഡു മൈ ഹോംവർക്ക്. ഐ ഷുഡ് ഡു മൈ ഹോംവർക്ക്. ഷീ ഷുഡ് പ്രാക്ടീസ് മോർ. ഷീ ഷുഡ് പ്രാക്ടീസ് മോർ. നമ്മൾ പണം ലാഭിക്കണം. വി ഷുഡ് സേവ് മണി. വി ഷുഡ് സേവ് മണി. അവർ നിശബ്ദരായിരിക്കണം. ദേ ഷുഡ് ബി സൈലന്റ്. ദേ ഷുഡ് ബി സൈലന്റ്. നിങ്ങൾ ഈ സിനിമ കാണണം.
You should watch this movie. You should watch this movie. ഞാൻ വ്യായാമം ചെയ്യണം. I should exercise. I should exercise. അവൻ ലൈറ്റ് ഓഫ് ചെയ്യണം. He should turn off the light. He should turn off the light. അവൾ സഹായം ചോദിക്കണം. She should ask for help. She should ask for help. നമുക്ക് നേരത്തെ പോകണം. We should leave early. We should leave early. അവർ അവരുടെ ജോലി പൂർത്തിയാക്കണം. They should finish their work. They should finish their work. നിങ്ങൾ ഇത് ശ്രമിക്കണം. You should try it. You should try it. നിങ്ങൾ അമ്മയെ വിളിക്കണം. You should call mom. You should call mom. അവൻ പുകവലി നിർത്തണം. He should stop smoking. He should stop smoking. അവൾ വിശ്രമിക്കണം. She should relax. She should relax. നാം മരങ്ങൾ നടണം. We should plant trees. We should plant trees. അവർ ജാഗ്രത പാലിക്കണം. They should be careful. They should be careful. അവൻ പാചകം പഠിക്കണം. He should learn to cook. He should learn to cook. അവൾ നൃത്തം ചെയ്യണം. She should dance. She should dance. They should laugh more. They should laugh more. നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. You should see a doctor. You should see a doctor. അവൻ അവന്റെ മുറി വൃത്തിയാക്കണം. He should tidy his room. He should tidy his room. അവൻ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യണം. He should drive safely. He should drive safely. അവൾ നന്ദി പറയണം. She should say thanks. She should say thanks. നമ്മൾ പങ്കിടണം. We should share. We should share. അവർ കേൾക്കണം. They should listen. They should listen. നിങ്ങൾ അത് പരിശോധിക്കണം. You should check that. You should check that. ഞാൻ നേരത്തെ എഴുന്നേൽക്കണം. I should get up early. I should get up early. അവനത് ശരിയാക്കണം. He should fix it. He should fix it. അവൾ ഞങ്ങളോടൊപ്പം ചേരണം. She should join us. She should join us. നമ്മൾ ആഘോഷിക്കണം. We should celebrate. We should celebrate. അവർ വേഗത്തിൽ ഓടണം. They should run faster. They should run faster. നിങ്ങൾ ഇത് ഓർക്കണം. You should remember this. You should remember this. അവർ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം. They should spend time with the family. They should spend time with family. അദ്ദേഹം കൃത്യസമയത്ത് മീറ്റിംഗിൽ പങ്കെടുക്കണം. He should attend the meeting on time. He should attend the meeting on time. നമ്മൾ പതിവായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പരിശീലിക്കണം. We should practice speaking English regularly. We should practice speaking English regularly. നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം. We should read more books. We should read more books. ഷുഡ് എന്താണെന്നും അവ ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകളും പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞല്ലേ, ഇന്ന് നമുക്ക് ഷുഡിന്റെ മൂത്ത ചേട്ടനായ മസ്റ്റിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. ആളല്പം ചൂടനാ കേട്ടോ, കണിഷ്ഠക്കാരനാ. ആള് പറഞ്ഞതാണ്, ഭയങ്കര ആജ്ഞാശക്തിയാണ്. അടിയന്തര ഘട്ടത്തിൽ മാത്രമേ മസ്റ്റ് ഉപയോഗിച്ച് പറയാവുള്ളേ. മിക്കവാറും അവസരങ്ങളിൽ ഷുഡ് ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. ഇന്ന കാര്യം നിർബന്ധമായും വേണം അല്ലെങ്കിൽ ചെയ്യണം, കൂടിയേ തീരൂ എന്ന ധ്വനി ഉപയോഗിക്കേണ്ട ഘട്ടത്തിൽ നമുക്ക് ഈ ഷുഡിന്റെ വലിയേട്ടൻ മസ്റ്റിനെ ഉപയോഗിക്കാം. പൊതുവെയുള്ള സംസാരത്തിൽ മസ്റ്റ് കടന്നു വരുന്ന വിരളമാകട്ടോ. ഫോർ എക്സാമ്പിൾ, ഷുഡ് പറയാണ്, നീ അവിടെ പോകണം. യു ഷുഡ് ഗോ ദെയർ. യു ഷുഡ് ഗോ ദെയർ. അസം വലിയേട്ടൻ മസ്റ്റ് പറയുകയാണല്ലോ, യു മസ്റ്റ് ഗോ ദെയർ. നീ അവിടെ പോയേ തീരൂ. യു മസ്റ്റ് ഗോ ദെയർ. നീ അവിടെ പോയേ തീരൂ. എനിക്കത് കിട്ടണം. ഐ ഷുഡ് ഗെറ്റ് ഇറ്റ്. ഐ ഷുഡ് ഗെറ്റ് ഇറ്റ്. എനിക്കത് കിട്ടിയേ മതിയാവൂ. ഐ മസ്റ്റ് ഗെറ്റ് ഇറ്റ്. ഐ മസ്റ്റ് ഗെറ്റ് ഇറ്റ്. ഷുഡും മസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. കൂടുതൽ സെൻറ്റൻസിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ലൈക്ക് ഓർ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പല്ല് തേക്കണം. യു മസ്റ്റ് ബ്രഷ് യുവർ ടീത്ത്. യു മസ്റ്റ് ബ്രഷ് യുവർ ടീത്ത്. എനിക്ക് കൂടുതൽ വെള്ളം കുടിക്കണം. ഐ മസ്റ്റ് ഡ്രിങ്ക് മോർ വാട്ടർ.
ഐ മസ്റ്റ് ഡ്രിങ്ക് മോർ വാട്ടർ. അവൻ അവന്റെ ജോലികൾ ചെയ്യണം. ഹി മസ്റ്റ് ഡു ഹിസ് ചോസ്. ഹി മസ്റ്റ് ഡു ഹിസ് ചോസ്. അവൾ എല്ലാ ദിവസവും വായിക്കണം. ഷീ മസ്റ്റ് റീഡ് എവരി ഡേ. ഷീ മസ്റ്റ് റീഡ് എവരി ഡേ. നമ്മൾ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കണം. വി മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ്സ്. വി മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ്സ്. അവർ കൃത്യസമയത്ത് എത്തിച്ചേരണം. ദേ മസ്റ്റ് അറൈവ് ഓൺ ടൈം. ദേ മസ്റ്റ് അറൈവ് ഓൺ ടൈം. നിങ്ങൾ കൈ കഴുകണം. യു മസ്റ്റ് വാഷ് യുവർ ഹാൻഡ്സ്. യു മസ്റ്റ് വാഷ് യുവർ ഹാൻഡ്സ്. നീ മുത്തശ്ശിയെ വിളിക്കണം. യു മസ്റ്റ് കോൾ ഗ്രാൻഡ്മ. യു മസ്റ്റ് കോൾ ഗ്രാൻഡ്മ. അവൻ ഇപ്പോൾ മാപ്പ് പറയണം. ഹി മസ്റ്റ് അപ്പോളജൈസ് നൗ. ഹി മസ്റ്റ് അപ്പോളജൈസ് നൗ. അവൾ പിയാനോ പരിശീലിക്കണം. ഷി മസ്റ്റ് പ്രാക്ടീസ് ദ പിയാനോ. ഷി മസ്റ്റ് പ്രാക്ടീസ് ദ പിയാനോ. നമ്മൾ വൈദ്യുതി ലാഭിക്കണം. വി മസ്റ്റ് സേവ് ഇലക്ട്രിസിറ്റി. വി മസ്റ്റ് സേവ് ഇലക്ട്രിസിറ്റി. അവർ സുരക്ഷിതമായി കളിക്കണം. ദേ മസ്റ്റ് പ്ലേ സേഫ്ലി. ദേ മസ്റ്റ് പ്ലേ സേഫ്ലി. നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കണം. യു മസ്റ്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. യു മസ്റ്റ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളുടെ മുറി വൃത്തിയാക്കണം. യു മസ്റ്റ് ടൈഡി യുവർ റൂം. യു മസ്റ്റ് ടൈഡി യുവർ റൂം. അവൻ അവന്റെ മരുന്ന് കഴിക്കണം. ഹി മസ്റ്റ് ടേക്ക് ഹിസ് മെഡിസിൻ. ഹി മസ്റ്റ് ടേക്ക് ഹിസ് മെഡിസിൻ. അവൾ കണ്ണട ധരിക്കണം. ഷീ മസ്റ്റ് വെയർ ഹെർ ഗ്ലാസസ്. ഷീ മസ്റ്റ് വെയർ ഹെർ ഗ്ലാസസ്. നാം നിയമങ്ങൾ പാലിക്കണം. വി മസ്റ്റ് ഫോളോ ദ റൂൾസ്. വി മസ്റ്റ് ഫോളോ ദ റൂൾസ്. അവർ തങ്ങളുടെ ഊഴം കാത്തിരിക്കണം. ദേ മസ്റ്റ് വെയിറ്റ് ദർ ടേൺ. ദേ മസ്റ്റ് വെയിറ്റ് ദർ ടേൺ. നിങ്ങൾ മെയിൽ പരിശോധിക്കണം. യു മസ്റ്റ് ചെക്ക് ദ മെയിൽ. യു മസ്റ്റ് ചെക്ക് ദ മെയിൽ. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം കഴുകണം. യു മസ്റ്റ് ഡു യുവർ ലോണ്ട്രി. യു മസ്റ്റ് ഡു യുവർ ലോണ്ട്രി. അവൻ ടി വി ഓഫ് ചെയ്യണം. ഹി മസ്റ്റ് ടേൺ ഓഫ് ദ ടി വി. ഹി മസ്റ്റ് ടേൺ ഓഫ് ദ ടി വി. അവൾ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകണം. ഷീ മസ്റ്റ് ഫീഡ് ദ ക്യാറ്റ്. ഷീ മസ്റ്റ് ഫീഡ് ദ ക്യാറ്റ്. നമ്മൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. വി മസ്റ്റ് ബൈ ഗ്രോസറീസ്. വി മസ്റ്റ് ബൈ ഗ്രോസറീസ്. അവൻ നന്ദി പറയണം. ഹി മസ്റ്റ് സേ താങ്ക് യു. ഹി മസ്റ്റ് സേ താങ്ക് യു. നിങ്ങളുടെ പാസ്വേഡ് ഓർത്തിരിക്കണം. യു മസ്റ്റ് റിമെമ്പർ യുവർ പാസ്വേഡ്. യു മസ്റ്റ് റിമെമ്പർ യുവർ പാസ്വേഡ്. നീ വാതിൽ പൂട്ടണം. യു മസ്റ്റ് ലോക്ക് ദ ഡോർ. യു മസ്റ്റ് ലോക്ക് ദ ഡോർ. അവൻ അവൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കണം. ഹി മസ്റ്റ് സ്റ്റഡി ഫോർ ഹിസ് എക്സാം. ഹി മസ്റ്റ് സ്റ്റഡി ഫോർ ഹിസ് എക്സാം. അവൾ ചോദ്യത്തിന് ഉത്തരം നൽകണം. ഷി മസ്റ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഷി മസ്റ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പോകണം. വി മസ്റ്റ് ലീവ് ഏർലി. വി മസ്റ്റ് ലീവ് ഏർലി. അവർ അവരുടെ ഷൂസ് കണ്ടെത്തണം. ദേ മസ്റ്റ് ഫൈൻഡ് ദ ഷൂസ്. ദേ മസ്റ്റ് ഫൈൻഡ് ദ ഷൂസ്. നിങ്ങൾ പുസ്തകം തിരികെ നൽകണം. യു മസ്റ്റ് റിട്ടേൺ ദ ബുക്ക്. യു മസ്റ്റ് റിട്ടേൺ ദ ബുക്ക്. അവൻ വഴിക്ക് ശരിയാക്കണം. ഹി മസ്റ്റ് ഫിക്സ് ദ ബാഗ്. ഹി മസ്റ്റ് ഫിക്സ് ദ ബാഗ്. അവൾ പാട്ട് പാടണം. ഷീ മസ്റ്റ് സിംഗ് ദ സോങ്. ഷീ മസ്റ്റ് സിംഗ് ദ സോങ്. നമ്മുടെ ബാഗുകൾ പാക്ക് ചെയ്യണം. വി മസ്റ്റ് പാക്ക് അവർ ബാഗ്സ്. വി മസ്റ്റ് പാക്ക് അവർ ബാഗ്സ്. അവർ കൂടുതൽ ശ്രമിക്കണം. ദേ മസ്റ്റ് ട്രൈ ഹാർഡർ. ദേ മസ്റ്റ് ട്രൈ ഹാർഡർ. നിങ്ങൾ അകത്ത് തന്നെ നിൽക്കണം. യു മസ്റ്റ് സ്റ്റേ ഇൻസൈഡ്. യു മസ്റ്റ് സ്റ്റേ ഇൻസൈഡ്. നമ്മൾ നേരത്തെ ഉറങ്ങണം. വി മസ്റ്റ് ഗോ ടു ബെഡ് ഏർലി. വി മസ്റ്റ് ഗോ ടു ബെഡ് ഏർലി. നമ്മുടെ ഹോംവർക്ക് പൂർത്തിയാക്കണം. വി മസ്റ്റ് ഫിനിഷ് അവർ ഹോംവർക്ക്. വി മസ്റ്റ് ഫിനിഷ് അവർ ഹോംവർക്ക്. അവൾ ഒരു ഇമെയിൽ എഴുതണം. ഷീ മസ്റ്റ് റൈറ്റ് ആൻ ഇമെയിൽ. ഷീ മസ്റ്റ് റൈറ്റ് ആൻ ഇമെയിൽ. നമ്മൾ പാർട്ടി പ്ലാൻ ചെയ്യണം. വി മസ്റ്റ് പ്ലാൻ ദ പാർട്ടി. വി മസ്റ്റ് പ്ലാൻ ദ പാർട്ടി. അവർ ഇംഗ്ലീഷ് പഠിക്കണം. ദേ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. ദേ മസ്റ്റ് ലേൺ ഇംഗ്ലീഷ്. അവൻ മാപ്പ് പറയണം. ഹി മസ്റ്റ് സേ സോറി. ഹി മസ്റ്റ് സേ സോറി. നിങ്ങൾ ഡോക്ടറെ സന്ദർശിക്കണം. യു മസ്റ്റ് വിസിറ്റ് ദ ഡോക്ടർ. യു മസ്റ്റ് വിസിറ്റ് ദ ഡോക്ടർ. അവനൊരു ടിക്കറ്റ് വാങ്ങണം. ഹി മസ്റ്റ് ബൈ എ ടിക്കറ്റ്. ഹി മസ്റ്റ് ബൈ എ ടിക്കറ്റ്. അവളൊരു വസ്ത്രം തിരഞ്ഞെടുക്കണം. ഷീ മസ്റ്റ് ചൂസ് എ ഡ്രസ്. ഷീ മസ്റ്റ് ചൂസ് എ ഡ്രസ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാർഷികം ആഘോഷിക്കണം. വി മസ്റ്റ് സെലിബ്രേറ്റ് ഹിസ് ആനിവേഴ്സറി. വി മസ്റ്റ് സെലിബ്രേറ്റ് ഹിസ് ആനിവേഴ്സറി. അവർ ഒരുമിച്ച് നിൽക്കണം. ദേ മസ്റ്റ് സ്റ്റേ ടുഗദർ. ദേ മസ്റ്റ് സ്റ്റേ ടുഗദർ. നിങ്ങൾ സത്യസന്ധമായ ഉത്തരം നൽകണം. യു മസ്റ്റ് ആൻസർ ഓണസ്റ്റ്ലി.
യു മസ്റ്റ് ആൻസർ ഓണസ്റ്റ്ലി. നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്തണം. വി മസ്റ്റ് ഇംപ്രൂവ് അവർ സ്കിൽസ്. വി മസ്റ്റ് ഇംപ്രൂവ് അവർ സ്കിൽസ്. നാം ദിവസവും പരിശീലിക്കണം. വി മസ്റ്റ് പ്രാക്ടീസ് ഡെയിലി. വി മസ്റ്റ് പ്രാക്ടീസ് ഡെയിലി.